തുമ്പീവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായൂഞ്ഞാലിടാം. തുമ്പീവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായൂഞ്ഞാലിടാം. ആകാശ പൊന്നാലിനിലകളെ ആഴത്തിൽ തൊട്ടേ വരാം. ആകാശ പൊന്നാലിനിലകളെ ആഴത്തിൽ തൊട്ടേ വരാം. തുമ്പീവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായൂഞ്ഞാലിടാം. തുമ്പീവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായൂഞ്ഞാലിടാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പാട്ട് നമ്മുടെ ഷാഹുലിൻ്റെ മോനിക്ക് നാദിക്ക് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാൻ കേട്ടോ. എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഹായ് പറയാമോ എന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു പാട്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇറ്റ്സ് മി റൈഹാന ജാഫർ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എന്തപ്പോൾ ഒന്ന് ഫസ്റ്റ് ഒരു പാട്ടൊക്കെ ആയിട്ടെന്നല്ലേ. ഒന്നുമില്ല, വെറുതെ ഒരു ഇൻട്രോ ഒരു സോങ് പാടിയിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ കേട്ടോ. വെറുതെ ഒരു വെറൈറ്റി ആയിട്ട് എന്നുണ്ടല്ലോ നമ്മൾ ഹലോ ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇങ്ങനെ പറഞ്ഞ് തുടങ്ങുന്നത്. ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ലൊരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബൗളിലേക്ക് നമുക്ക് ഏകദേശം ഒരു കപ്പോളുള്ള അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ അരിപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഒരു 1.5 സ്പൂൺ കടലപ്പൊടിയാണ് കേട്ടോ. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കടലപ്പൊടി. അപ്പോൾ ഈ കടലപ്പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ തലേ ദിവസം ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് അരച്ച് വെക്കാനൊക്കെ ഓർമ്മയില്ലാതെ മറന്നു പോയ ആളുകൾക്കൊക്കെ പെട്ടെന്ന് രാവിലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കട്ടെ, അപ്പക്കാരം. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു ഐറ്റം കൂടെ ചേർക്കാനുണ്ട്. ഒരു ചെറുനാരങ്ങയുടെ നീര് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു ചെറുനാരങ്ങ മുഴുവനായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴാണ് നമ്മുടെ പെർഫെക്റ്റ് ആ ഒരു ദോശയുടെ ഒരു പരുവത്തിൽ ആവുള്ളൂ, ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം, സാധാരണ പച്ചവെള്ളമാണ്, വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കലക്കിയെടുക്കാം കേട്ടോ. കട്ട കെട്ടാതെ കലക്കിയെടുക്കുക. ഒരു വിസ്കോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഇത് നല്ല തിക്കും വേണ്ട എന്നാലോ നല്ല ലൂസും വേണ്ട. ഇതിന് രണ്ടിൻ്റെ ഒരു ഇടയിലുള്ള ഒരു പരുവാണ് നമ്മൾക്ക് ആക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതുപോലെ കലക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ദോശക്കല്ല് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ദോശ മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. സാധാരണ ദോശ ചുട്ടെടുക്കുന്നത് പോലെ തന്നെ നമ്മൾ മാവ് ഒഴിച്ചിട്ട് പരത്തിയിട്ട് ഒന്ന് ചുട്ടെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഈ ഈസി ആയിട്ടുള്ള ദോശ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഫസ്റ്റത്തെ ദോശ ചുട്ടപ്പം ഇങ്ങനെയാണ് ചുട്ടു. പിന്നത്തെ ദോശക്കൊക്കെ ഞാൻ ഈ മാവിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടിൻ്റെ ടേസ്റ്റ് ഒന്നും വരില്ല, എന്നാലും നല്ലൊരു മഞ്ഞ കളർ ഉണ്ടാവും. അപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ് ഇപ്പോൾ ഈ ചുട്ടെടുക്കുന്നത്. അപ്പോൾ കണ്ടോ, നല്ല മഞ്ഞ കളറായിട്ട് നമ്മുടെ ദോശ വരും. ഇപ്പോൾ ദോശ വെന്തിട്ടുണ്ട്. ഇനി ഇതിന് മുകൾ വശത്ത് നമുക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും ഒഴിച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്താൽ നമുക്ക് നല്ല മൊരിഞ്ഞ ദോശ കിട്ടും കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ദോശ കിട്ടും. കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്, എന്നാലും ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലാ ദോശയും കൂടെ ഒന്ന് ചുട്ടെടുക്കാം. ഞാനിവിടെ റോഡിൻ്റെ സൈഡിലാണ്, അതുകൊണ്ട് വണ്ടി പോകുന്ന സൗണ്ടൊക്കെ ഉണ്ട്, നല്ല ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ. കണ്ടോ, നല്ല മൊരിഞ്ഞ അടിപൊളി ദോശയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും മറക്കാതെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. പിന്നെ ഇതുപോലെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതേപോലെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കാരണം നമ്മുടെ ചാനലിലെ വ്യൂസ് നോക്കുന്ന സമയത്ത് കുറച്ച് ആളുകൾ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നവരുള്ളൂ. അല്ലാത്തവർ കൂടുതലായിട്ടും വ്യൂസ് വരുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ട്.